respected dignitaries, parents and my dear children. ഇപ്പോഴാണ് കുറച്ചും കൂടെ സമാധാനമായിരുന്നു. നമ്മുടെ കുട്ടികളൊക്കെ മേക്കപ്പിനൊക്കെ പോയപ്പോഴത്തേക്ക് കാര്യം ഇല്ലെങ്കിൽ അവർ വിശക്കും, അവരുടെ മുഖം മാറും, കരച്ചിലാവും, പിന്നെ അവരുടെ പെർഫോമൻസിനെ അത് ബാധിക്കും. സോ വളരെ ആക്സിഡൻ്റലായിട്ടാണ് ഞാൻ ഫസ്റ്റ് ക്രൈ സ്കൂളിനെ കുറിച്ച് അറിയുന്നത്. ബിക്കോസ് ഞാൻ ഒരു ഡെവലപ്മെൻ്റൽ പീഡിയാട്രീഷ്യനാണ്. അപ്പോൾ എനിക്ക് കുറേ കുട്ടികളും പാരൻസും ഒക്കെ വരാറുണ്ട്. അപ്പോൾ ഓരോ ഏരിയയിലും നല്ല സ്കൂളുകൾ നോക്കി വെക്കലാണ് എൻ്റെ പണി. സോ എപ്പോഴും ഞാൻ പറയുന്ന ഒരു ക്രൈറ്റീരിയ ആകെ ഫുൾഫിൽ ചെയ്തിട്ടുള്ളത് ഫസ്റ്റ് ക്രൈ സ്കൂളാണ്. ഞാൻ എപ്പോഴും ടോട്ട്ലർ ഗ്രൂപ്പിനെ പ്ലേ സ്കൂളിൽ വിടാൻ പറയാറുണ്ട്. അതായത് 2 to 3 years. 2 to 3 years ഈസ് ദ ബെസ്റ്റ് ടൈം. അപ്പോൾ നമ്മുടെ വീട്ടിൽ നമ്മൾക്ക് കുട്ടികൾക്ക് നല്ലൊരു സ്റ്റിമുലേഷൻ കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ then we have to choose a play school. That's the best thing. ഇപ്പോൾ അതായത് വർക്കിംഗ് പാരൻസ് ആയിരിക്കും, നമുക്ക് കുട്ടീനെ നോക്കാനുള്ള സമയം കാണില്ല. ഇപ്പോൾ ഗ്രാൻഡ് പാരൻസ് ആണ് പലരും, ഇതിലൊരു 75% ഗ്രാൻഡ് പാരൻസ് ആണെന്ന് എനിക്കറിയാം. ഇപ്പോൾ രതീഷ് സാറും പറയുന്നുണ്ടായിരുന്നു, സാറിന് ഒരു ചെറുമോനുണ്ട്, ചെറുമകളുണ്ട്, ഇപ്പോൾ സാറാണ് നോക്കുന്നതെന്നൊക്കെ. അപ്പോൾ ഗ്രാൻഡ് പാരൻസ് ആകുമ്പോഴും ദ പ്രശ്നം ഈസ് ഒരു പെർമിസീവ് പാരൻറ്റിങ്. നമ്മുടെ കുട്ടിയെ നോക്കിയതുപോലെയല്ല നമ്മുടെ ചെറുമക്കളെ നോക്കുന്നത്, അല്ലേ? എല്ലാം അങ്ങ് സാധിപ്പിച്ച് കൊടുത്ത്, അത് ചോദിക്കുന്നത്, ഇത് ചോദിക്കുന്നത്, മറ്റു ചോദിക്കുന്നത്, എല്ലാം സാധിപ്പിച്ച് കൊടുത്ത് അങ്ങ് ശീലാക്കി വയ്ക്കും. അപ്പോൾ ഒരു ചെറിയ വാശികൾ വരും, അവിടെ കുറച്ച് ഡിലേസ് ഒക്കെ വരും, സ്വാഭാവികം. പക്ഷേ നമ്മൾ ആസ് പാരൻസ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മുടെ കുട്ടികളുടെ മൈൽ സ്റ്റോൺസ് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബിക്കോസ് ആദ്യത്തെ മെറിൻ പറഞ്ഞതുപോലെ ആദ്യത്തെ 6 വയസ്സ് എന്ന് പറയുന്ന ഒരു വലിയൊരു കാലയളവാണ്. അതിൽ തന്നെ ആദ്യത്തെ 3 വയസ്സ് കിട്ടിയാൽ ഭാഗ്യം. സോ എന്തെങ്കിലും ചെറിയ ഡിലേ, എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ആദ്യത്തെ 6 വയസ്സ് കൊണ്ട് തന്നെ റെക്ടിഫൈ ചെയ്യാൻ ശ്രമിക്കണം. പ്രശ്നങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്കതൊരു പ്രശ്നമായി യൂഷ്വലി തോന്നാറില്ല. ഞാൻ പറയുന്ന പ്രശ്നങ്ങൾ ഒരു 3 വയസ്സുകാരി അല്ലെങ്കിൽ 2 വയസ്സുകാരൻ ഒരു 2-3 വാക്കുകൾ, 2 വയസ്സിൽ 2 വാക്കുകൾ ചേർത്ത് പറയണം, 3 വയസ്സിൽ 3 വാക്കുകൾ ചേർന്ന് സെൻറ്റൻസസ് പറയണം, അത്രയും വേണം. അതിന് കൂടാതെ ആ സെൻറ്റൻസസ് ഒരിക്കലും കോക്കോമെലിൻ്റെ സോങ്സും ഇല്ലെങ്കിൽ ഒരു റൈം സോങ്ങും ആവരുത്, A to Z ഇല്ലെങ്കിൽ 1 to 100 ഒന്നും ആവരുത്. അതൊന്നും ഒരു ലാംഗ്വേജ് മൈൽ സ്റ്റോൺസിൽ വരുന്ന കാര്യങ്ങളല്ല. വെള്ളം വേണം, എനിക്കത് ഇവിടെ എന്താ ഇങ്ങനെ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വേണം കുട്ടികൾ ചോദിക്കാൻ. സോ അതാണ് ഒരു 3 വയസ്സിലെ ലാംഗ്വേജ് മൈൽ സ്റ്റോൺ. അത് 5 വയസ്സാകുമ്പോഴത്തേക്കും ഈ 3 വാക്കുകൾ ചേർന്ന് പറയുന്നതല്ല നോർമൽ. സോഷ്യൽ ലാംഗ്വേജ്, അമ്മ ഇതെന്താ ഇങ്ങനെ, അവരെന്താ എന്നോട് ഇങ്ങനെ പറഞ്ഞത്, അങ്ങനെയുള്ള ലാംഗ്വേജ്, സോഷ്യൽ ലാംഗ്വേജ് ഷുഡ് ഡെവലപ്പ് ബൈ അറൗണ്ട് 5 years. അതാണ് നോർമൽസി. അപ്പോൾ നമ്മുടെ കുട്ടികൾ ആ ഒരു ലെവലിലേക്ക് എത്തുന്നുണ്ടോ എന്നാണ് നമ്മൾ നോക്കേണ്ടത്. സോ പലപ്പോഴും നമ്മുടെ പാരൻസിന് അറിയില്ല ഇതാണ് നോർമൽ. അപ്പോൾ എൻ്റെ അടുത്ത് വരുന്ന പല പാരൻസും പറയാറുണ്ട്, കുട്ടികൾ ശരിയായിക്കോളും, വളരുമല്ലേ, വളരുമ്പോഴത്തേക്ക് ശരിയായിക്കോളും. ഇപ്പോൾ സ്പീച്ച് ക്ലാരിറ്റി ആയിട്ട് ഒത്തിരി കുട്ടികളെ കൊണ്ടുവരാറുണ്ട്. സ്പീച്ച് ക്ലാരിറ്റി എപ്പോഴാണ് വരേണ്ടത്? ഒരു 4 വയസ്സാകുമ്പോൾ എല്ലാവരുടെയും സ്പീച്ച് ക്ലിയർ ആയിരിക്കണം. അതായത് പിന്നെ ഒരു യൂഷ്വലല്ല, അറ്റ്ലീസ്റ്റ് ഒരു 6 yearsെങ്കിലും സ്പീച്ച് ക്ലാരിറ്റി നന്നായിട്ട് വരണം. സ്പീച്ച് ക്ലാരിറ്റി ഒരു 5 to 6 years വന്നില്ലെങ്കിൽ നമ്മൾ സ്പീച്ച് തെറാപ്പിയിലോട്ട് ഷിഫ്റ്റ് ചെയ്യേണ്ടി വരും. കാര്യം പിന്നെ ഒരു 10 വയസ്സിൽ നമ്മൾ നവത പോയി ഇല്ലെങ്കിൽ അതിൻ്റെ അതപ്പ് കാണാനില്ല ഇങ്ങനെ പറയുന്നത്, പിന്നെ ഒരു ക്ലാരിറ്റി വരുന്നത് വളരെ പാടായിരിക്കും. സോ അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പിന്നെ ഏറ്റവും വലിയൊരു കാര്യം, ഞാൻ ഈ ടോട്ട്ലർ ഗ്രൂപ്പ് 2 to 3 yearsലെ ഇത് ഫസ്റ്റ് ക്രൈഡിൽ ഇങ്ങനെ ഒരു 2 to 3 years എടുക്കുന്നത് വളരെ നല്ലതാണ്. കാര്യം പല കുട്ടികളും ഇപ്പോൾ സ്ക്രീൻ ടൈം, നമുക്ക് ഫോൺ ഇല്ലാത്തൊരു ലോകമില്ല. ഈവൻ നമ്മളാണെങ്കിലും സ്ക്രീൻ അഡിക്ട്സ് ആണ്, നമുക്കും കുറച്ച് ഇൻഅറ്റൻഷൻ എല്ലാം ഉണ്ട്. പക്ഷേ ഒരു ലാംഗ്വേജ് അക്വിസിഷൻ്റെ ടൈമുണ്ട്. അതായത് സംസാരം തുടങ്ങുന്ന ഒരു സമയം ഒരു 6 മാസം മുതൽ ഒരു 3 വയസ്സ് വരെയാണ് മാക്സിമം സംസാരത്തിന്. ആ ഒരു സമയത്ത് ഒത്തിരി സ്ക്രീൻ ഇല്ലെങ്കിൽ ഒത്തിരി TV, ഫോണിൽ അഡിക്റ്റായ കുട്ടികൾക്ക് ഒരു ഇൻഅറ്റൻഷൻ ഫോം ചെയ്യുന്നുണ്ട്. അതായത് ഒരു അശ്രദ്ധ. ആ അശ്രദ്ധ മൂലം ഒരു സ്പീച്ച് ഡിലേ, അതായത് ഒരു സംസാരത്തിനൊരു വൈകൽ വരാറുണ്ട്. ആ ഒരു അശ്രദ്ധ നമ്മൾ കാര്യമായിട്ട് എടുക്കാറില്ല. സോ ഈ അശ്രദ്ധ ഇങ്ങനെ തന്നെ പോവുകയാണെങ്കിൽ അത് ഒരു പഠനത്തിൽ ഇച്ചിരി താഴോട്ട്, കുറച്ച് വികൃതി കൂടുതൽ, എഴുതാൻ ഇച്ചിരി ബുദ്ധിമുട്ട്, അങ്ങനെ കുറേ കാര്യങ്ങളിലോട്ട് നടക്കും. സോ എന്തെങ്കിലും ഒരു ചെറിയൊരു ഡിലേ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പീഡിയാട്രീഷ്യനെ കാണിക്കുക.
ഇതിപ്പം ശരിയാവും, നോ വെയിറ്റ് ആൻഡ് വാച്ച് അപ്രോച്ച്, നത്തിങ് ഈസ് ദെയർ ലൈക്ക് വെയിറ്റ്. അപ്പോൾ എൻ്റെ വല്യച്ഛൻ്റെ മോൻ താമസിച്ചാണ് സംസാരിച്ചത്, 6 വയസ്സിലാണ് സംസാരിച്ചത്. അങ്ങനൊരു കാര്യം ഡെവലപ്മെൻറ്റിന് ഇല്ല. അപ്പോൾ ഇതൊരു ജസ്റ്റ് ഒരു മെസ്സേജാണ്. കാര്യം നമുക്ക് പല കുട്ടികളെയും നമ്മൾ കാണുമ്പോഴത്തേക്ക് ഇത് ചൈൽഡ് ഈസ് ഹാവിങ് സം ഡിലേ എന്ന് നമുക്ക് തോന്നുമെങ്കിലും അവരുടെ പാരൻസിന് അക്സെപ്റ്റൻസ് വളരെ കുറവാണ്. ഇത്രയും വലിയൊരു പാരൻറ്റ് ഗ്രൂപ്പ് ആയതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. അക്സെപ്റ്റൻസ് വേണം നമുക്ക്. നമ്മുടെ അടുത്ത് ഒരാൾ ഒരു കാര്യം പറയുമ്പോൾ ദർ ഈസ് സം പ്രോബ്ലം എന്ന് പറയുമ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യാനുള്ളൊരു മനസ്സ് നമുക്ക് വേണം. കാര്യം കുട്ടിയുടെ ഭാവിയാണത് ബാധിക്കുന്നത്. കാര്യം ഏർലി ഡിറ്റക്ഷൻ, ഏർലി ഇൻ്റർവെൻഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ ഫസ്റ്റ് ക്രൈനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫസ്റ്റ് ക്രൈ തന്നെ ഒരു വലിയ ബ്രാൻഡാണ്. എവ്രി പാരൻറ്റ് നോസ് അബൌട്ട് ഫസ്റ്റ് ക്രൈ. സോ ആ ഒരു ബ്രാൻഡിലൊരു സ്കൂൾ വരുമ്പോഴത്തേക്കും അതിൻ്റേതായിട്ടുള്ളൊരു സ്റ്റാൻഡേർഡ് ഉണ്ടാവും. ആൻഡ് കരിക്കുലം എപ്പോഴും പ്രീ ലേണിംഗ് സ്കിൽസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ പഠിച്ച ഒരു രീതിയേ അല്ല ഇപ്പോൾ, അല്ലേ? ഞാനിപ്പോൾ പഠിച്ചത് ഒരു ഇംഗ്ലീഷ് മീഡിയം നല്ലൊരു സ്കൂളിലായിരുന്നെങ്കിൽ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ ആദ്യം എഴുതിയ ആൽഫബറ്റ് എ ആണ്, പക്ഷേ എൻ്റെ മകൾ ആദ്യം എഴുതുന്ന ആൽഫബറ്റ് എസ് ആണ്. ആൻഡ് ഷീ ഈസ് പ്രൊനൗൺസിങ് ഇറ്റ് ആസ് സ്, നോട്ട് എസ്. ഞാൻ എസ് എന്ന് പറയുമ്പോൾ അവൾ പറയും എസ് അല്ല അമ്മ, ഇത് സ് ആണ്, സ്. ആൻഡ് CS ക്. അപ്പോൾ ക്യാറ്റിൻ്റെ സ്പെല്ലിങ് ചോദിക്കുമ്പോൾ ക് ആ ട് അങ്ങനെയാണ് പറയാം, ക്യാറ്റ്. സോ അങ്ങനെയുള്ള ഫോണീമിക് അവയർനെസ് കൊടുത്തിട്ടാണ് ഇപ്പോഴത്തെ സ്കൂൾസ് എല്ലാം കരിക്കുലം ബേസ്ഡ് ആയിട്ട് പോകുന്നത്. അത് ജോളി ഫോണിക്സ് ആവട്ടെ, വേറെ പല മെത്തേഡ്സ് അവർ ഫോളോ ചെയ്യുന്നുണ്ട്. പക്ഷേ എല്ലാ കുട്ടികളും ഇത് ഫോളോ ചെയ്യണമെന്നില്ല. നമ്മുടെ സ്കൂളുകളുടെ ഒരു ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ഓരോ കുട്ടിയും യുണീക്കാണ്. ഇപ്പോൾ ചില കുട്ടികൾക്ക് മിററിങ് കാണും, ബിക്ക് വേറെ ഡി എഴുതുന്ന കുട്ടികൾ കാണും, തിരിച്ചെഴുതുന്ന കുട്ടികളാണ്. അങ്ങനെയുള്ള കുട്ടികളെ പിക്ക് ചെയ്യുക എന്നുള്ളതാണ്. അവർക്ക് കോൺസ്റ്റൻ്റ് ആയിട്ട് ട്രെയിനിങ് കൊടുക്കുക. അപ്പോൾ ടീച്ചേഴ്സിന് കുറച്ചൊരു അവയർനെസ് വേണം, പാരൻസിനും വേണം. കാര്യം ആദ്യത്തെ കാലങ്ങളിൽ ഈ മിററിങ് ഒക്കെ നോർമലാണ്. തിരിച്ചെഴുതുക, ഡി തിരിച്ചെഴുതുക, 4 ഇങ്ങനെ എഴുതുക, അതൊക്കെ നോർമലാണ്. പക്ഷേ കാലക്രമേണ ആ ഒരു നോർമൽ അബ്നോർമലായി വരികയാണ്. ഇപ്പോൾ ഒരു സെക്കൻഡ് സ്റ്റാൻഡേർഡ് ഒരു കുട്ടി തിരിച്ചെഴുതുക എന്ന് പറഞ്ഞത് ദാറ്റ് ഈസ് അബ്നോർമൽ. സോ അവിടെ നമ്മൾ കുറച്ചും കൂടെ നമ്മൾ ഇൻ്റർവീൻ ചെയ്യണം. സോ റെമഡിയൽ എഡ്യൂക്കേഷൻസ് കൊടുക്കേണ്ടി വരും. അപ്പോൾ ആരെങ്കിലും കാണിക്കേണ്ടി വരും, വിഷൻ ചെക്ക് ചെയ്യേണ്ടി വരും, അങ്ങനെ പല കാര്യങ്ങളിലോട്ട് നമ്മൾ പോവേണ്ടി വരും. സോ പ്രീ ലേണിംഗ് സ്കിൽസ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അവിടെയാണ് ഈ മോണ്ടിസോറി കൾച്ചറും ഈ ഏർലി ലേണിംഗ് സെൻറ്റേഴ്സിൻ്റെയും ഒക്കെ ഉപയോഗം വരുന്നത്. സോ ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഇങ്ങനത്തെ സ്കൂൾസാണ് നമുക്ക് വേണ്ടത്. ഇപ്പോൾ കരുനാഗപ്പള്ളിയിൽ എനിക്ക് ഫസ്റ്റ് ക്രൈ സ്കൂളിനെ അറിയില്ല, ഫസ്റ്റ് ക്രൈക്കാർക്ക് എന്നെ അറിയില്ലായിരുന്നു. അപ്പോൾ എൻ്റെ പാരൻസ് കുറേ പേര് ഇവിടെ തന്നെ ഉണ്ട്, എൻ്റെ കുറേ പാരൻസ് ഉണ്ട്. അപ്പോൾ അവർ വരുമ്പോഴത്തേക്ക് ഞാൻ ചോദിച്ചു അവിടെ ഏത് സ്കൂളാണ്? അപ്പോഴത്തേക്ക് ഇവർ പറഞ്ഞു ഇങ്ങനെ ഒരു സ്കൂളുണ്ട്, നല്ല സ്കൂളാണ്, കുഴപ്പമില്ല, അവർ പിക്ക് ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പം നമ്മൾ സജസ്റ്റ് ചെയ്യാൻ തുടങ്ങും, ഈ സ്കൂൾ കൊള്ളാം, ഓക്കെ, ഇല്ലെങ്കിൽ അവിടെ വേറൊരു സ്കൂൾ. നമ്മൾ ഓരോ ഏരിയയിലും ഞാൻ ഓരോ സ്കൂൾസിനെ കണ്ടുവച്ചിട്ടുണ്ട്. അപ്പോൾ അവർ സജസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും എനിക്ക് നല്ല ഫീഡ്ബാക്ക് കിട്ടും എന്ന് തോന്നുമ്പോഴത്തേക്കും എനിക്കൊരു സന്തോഷമാണ്. കാര്യം കുട്ടികൾ നല്ലതായിട്ട് വരും. ചെറിയ ചെറിയ പ്രശ്നങ്ങളായിട്ട് വരുന്നവർ പ്ലേ സ്കൂൾസിന് ഭയങ്കര അധികം റോളുണ്ട്. വേറൊരു കാര്യം കൂടെ ഉണ്ട്, സെൽഫ് സ്കിൽസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ടോയ്ലറ്റ് നീഡ്സ് പറയുക, ഇല്ലെങ്കിൽ നമ്മുടെ സെൽഫ് നീഡ്സ്, എനിക്ക് വെള്ളം വേണം എന്ന് പറയുക. നമ്മുടെ പാരൻസിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ 5 വയസ്സായാലും ഉരുട്ടി വായിൽ വെച്ച് കൊടുക്കുക, ഇല്ലെങ്കിൽ ഫോൺ കാണിച്ച് ഫുഡ് കൊടുക്കുക. ഫുഡൊന്നും കഴിക്കുന്നില്ല, അതുകൊണ്ട് ഫോൺ കണ്ട് കഴിക്കട്ടെ എന്ന് പറയും. സോ അങ്ങനെയുള്ള പ്രവണതകൾ വേണ്ട. സോ കാര്യം സെൽഫ് സ്കിൽസ് ഷുഡ് ബി സ്റ്റാർട്ടഡ് ബൈ 1 ഇയർ. ഒരു കുട്ടിക്ക് ഒരു പാത്രത്തിൽ ഫുഡ് ഇട്ട് കൊടുക്കേണ്ട സമയം 1 വയസ്സാണ്. 1 വയസ്സിൽ സെൽഫ് സ്കിൽസ് സ്റ്റാർട്ട് ചെയ്യണം. എല്ലാ കുട്ടികളും അങ്ങനെയാണ്, നമ്മളെല്ലാം അങ്ങനെ തന്നെയായിരുന്നു. അപ്പോൾ ആ ഒരു സെൽഫ് സ്കിൽ ഇമ്പ്രൂവ്മെൻ്റ് എന്ന് പറയുന്നത് വളരെ വലിയ കാര്യമാണ്. നിങ്ങളുടെ കുട്ടിക്ക് സെൽഫ് സ്കിൽ ഇല്ലെങ്കിൽ ലെറ്റ് ദ പ്ലേ സ്കൂൾ ട്രൈ. അതായത് പല കുട്ടികളെയും അക്ഷരമുറ്റം ഇല്ലെങ്കിൽ അക്ഷരം പഠിക്കാൻ വിടുക എന്നൊക്കെ പറയും. അബ്സല്യൂട്ട്ലി നല്ലൊരു കാര്യമേ അല്ല. ഈ അക്ഷരം പഠിച്ചിട്ട് എന്ത് നേടാനാ? നീഡ്സ് പറയാതെ, നമുക്ക് വെള്ളം വേണം ഇല്ലെങ്കിൽ എനിക്ക് ആവശ്യം വേണമെന്ന് പറയാത്ത കുട്ടി അക്ഷരം പഠിച്ചിട്ട് എന്ത് നേടാനാ? അപ്പോൾ ആദ്യം സെൽഫ് സ്കിൽസ് ഇമ്പ്രൂവ്ഡ് ആവണം, നമ്മുടെ നീഡ്സ് പറയണം, എക്സ്പ്രസ് ചെയ്യണം, സോഷ്യലി കണക്റ്റഡ് ആവണം. ഇപ്പോൾ നമ്മുടെ മുഖം മാറുമ്പോൾ കുട്ടിക്ക് തോന്നണം ആ ഒരു തിങ്കിങ് ഇൻ അതേഴ്സ് പെർസ്പെക്റ്റീവ്, ഒരു എംപതൈസ് ചെയ്യണം, സിമ്പതി തോന്നണം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കുട്ടികൾക്ക് തോന്നേണ്ടത്. സോ അതിൽ ഏർലി ലേണിംഗ് സെൻറ്റേഴ്സിൻ്റെ റോള് ഭയങ്കരമാണ്. എന്തായാലും ഫസ്റ്റ് ക്രൈ ഇത് ഫസ്റ്റ് ആനുവൽ ഡേ ആണെന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. കാരണം ഇത്രയും സ്റ്റുഡൻസ്, ഇത്രയും പാരൻസ്
So it's a great success. Congratulations, management and Marin. So wish you all success and happy annual day. Thank you.